ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയാണെന്ന്. അതെ, കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. രാവിലെ 5:40 ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. നേരം വെളുത്തപ്പോഴേക്കും ഞങ്ങൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ കയറുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ ഭക്ഷണം ആദ്യം തന്നെ കഴിച്ചു. ഞങ്ങളുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് ഇത്. അവരിതിന് മുൻപ് പോയപ്പോൾ അവരുടെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കണ്ടപ്പോൾ തോന്നി എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന്. എന്തായാലും പോകുന്ന റൂട്ട് തന്നെയല്ലേ, എന്തായാലും കണ്ടു കളയാമെന്ന് വിചാരിച്ചു. കുറച്ചു ദൂരം പോയതിനു ശേഷമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. കുറേ റെസ്റ്റോറൻറ്റ്സിൽ മധുർ വട, ബർത്ത് ഓഫ് മധുർ വട എന്നൊക്കെ മെൻഷൻ ചെയ്തിരുന്നു കണ്ടിരുന്നു. അതെ, മാണ്ഡ്യ എന്ന് പറയുന്നൊരു സ്ഥലത്തിൻ്റെ അടുത്ത് മധുർ വട ഭയങ്കര ഫേമസ് ആണെന്ന് മനസ്സിലായി. എന്തായാലും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. മേ ബി നെക്സ്റ്റ് ടൈം ഡെഫിനറ്റ്ലി മധുർ വട ട്രൈ ചെയ്യണം. പച്ചപ്പും ഹരിതാപയും നിറഞ്ഞ യാത്ര. ഹൈവേയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങി ലെഫ്റ്റിലേക്ക് ഒരു ഡൈവേഷൻ കാണിച്ചിട്ടാണ് ഈ റോഡിൽ കയറിയത്. സോഫാർ റോഡിൻ്റെ കണ്ടീഷനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അധികം റെസ്റ്റോറൻറ്റ്സോ അല്ലെങ്കിൽ പെട്രോൾ പമ്പ്സോ ഒന്നും കാണാനിടയുണ്ടായിരുന്നില്ല. സോ ഇഫ് ഇൻ കേസ് നിങ്ങൾ ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും കയ്യിൽ കുറച്ച് സ്നാക്സോ കുറച്ച് ഫുഡ് എന്തെങ്കിലും കരുതിയാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ടോളൊന്നും കണ്ടില്ലല്ലോ ഇത്ര നേരം എന്ന് കരുതിയാണ് അപ്പോഴേക്കും ഒരു ടോൾ വന്നിരുന്നു. പക്ഷേ അത് ചാർജ് ചെയ്തിരുന്നില്ല. സോ ഈ റൂട്ടിലാകെ ഒരു ടോള് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് ടോളൊന്നും കണ്ടില്ല. അധികവും കൃഷിസ്ഥലമാണ് കാണാനിടയുണ്ടായത്. ചോളം കൃഷിയെന്ന് തോന്നുന്നു ഇടയിൽ കണ്ടത്. ഇനിയൊരു 34 കിലോമീറ്ററും കൂടിയുള്ളൂ ഡെസ്റ്റിനേഷനിലേക്ക്. ഈ 34 കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ മാത്രമാണ് നല്ല റോഡ്. ബാക്കിയെല്ലാം കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ അപ്പോഴേ നല്ല റോഡ് ആസ്വദിച്ചു വരികയായിരുന്നു. പക്ഷെ അതുകൊണ്ടാണോ എന്തോ അറിയില്ല, നല്ല കുണ്ടും കുഴിയായിരുന്നു ഇനി അങ്ങോട്ടേക്ക്.
സമയം 9:40. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. രാവിലെ 5:40 ഇറങ്ങി, ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്, അത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ. വേറൊരു ലോകത്തേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ശരിക്കും ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയുന്ന പോലെ. കൂർഗ് പോയപ്പോൾ കുറേ മൊനാസ്ട്രീസ് കണ്ടിരുന്നു, പക്ഷെ അവിടെയൊക്കെ ഓവർ ക്രൗഡഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം, അധികം തിരക്കുമില്ല. ഈ റോഡിൻ്റെ എതിർവശങ്ങളിലായിട്ട് തന്നെ കുറേ മൊനാസ്ട്രീസ് കാണാനിടയുണ്ടായി. ചിലത് ഓപ്പൺ ആയിരുന്നു, ചിലത് ക്ലോസ്ഡ് ആയിരുന്നു. ഓപ്പണിംഗ് ടൈം അങ്ങനെയൊന്നും മെൻഷൻ എവിടെയും ചെയ്തിരുന്നില്ല. ഞങ്ങൾ പോകുന്ന ഇടയ്ക്ക് തന്നെ ഒരാളോട് ചോദിച്ചിരുന്നു, ഇതേപോലെ ഇങ്ങനെ വിസിറ്റിംഗ് ആവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് കയറി ചെല്ലാം, കാണാം എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ വില്ലേജസ് LMNOP അങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത്. വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെയുണ്ട്. അവരുടെ മൊനാസ്ട്രീസ് ആയാലും അവരുടെ കൾച്ചർ ആയാലും എല്ലാം കാണാൻ നല്ലൊരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ ആദ്യത്തെ മൊനസ്ട്രിയിൽ ഞങ്ങളെത്തി, ചുറ്റുമെല്ലാം കണ്ടു. അകത്ത് കയറാൻ നിന്നില്ല, ക്ലോസ്ഡ് ആയിരുന്നു. അകത്ത് കയറാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലായിരുന്നു, ബിക്കോസ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാനും ഒന്നും. ഇതിന് തൊട്ട് മുന്നേ നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേട്ടില്ലേ? ആക്ച്വലി അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കുറേ പേര് അവർ ഡാൻസും പാട്ടും എല്ലാം പാടുന്ന കണ്ടു. എന്താ ഈവൻ്റ് എന്ന് അറിയില്ലായിരുന്നു. ലാൻഡ് ഓഫ് ഫുൾഫിൽമെൻറ്റ് എന്നറിയപ്പെടുന്നതാണ് ദോണ്ടലിംഗ് മൊനാസ്ട്രി. ടിബറ്റൻസിൻ്റെ ഒരു കൾച്ചറൽ ഹബ്ബാണ് ഈ സ്ഥലം. മൊത്തം 22 വില്ലേജസാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അടുത്തൊരു മൊനാസ്ട്രിയും കൂടി കാണാമെന്ന് കരുതി. വൈറ്റ് പഗോഡാസ് എല്ലാം അതിമനോഹരമായിരുന്നു കാണാൻ.
മൊനാസ്ട്രിയുടെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. ഏകദേശം 11 മണിക്കാണ് കഫേ തുറന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഞങ്ങൾ അവരുടേതായ ഡിഷസ് എല്ലാം കണ്ടു മെനുവിൽ. ഞങ്ങൾ മോമോയും ചായയും കുടിച്ചിട്ട് ഇറങ്ങി. ഇനി നേരെ നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് പോകുന്ന റൂട്ട് സത്യമംഗലം കാട് വഴിയാണ്. അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഈ വീഡിയോയിൽ ഇത്ര തന്നെ.